നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നൈന ക്രിയേഷൻസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇത് ചായക്ക് പലഹാരമായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ടും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിന് വേണ്ടിയിട്ടൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പപ്പായ ഇതേപോലെ ഉള്ളിലത്തെ ചോറും കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓളെന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് എന്നെ ഒന്ന് പ്രസ് ചെയ്തോളൂ. ഇപ്പോൾ ഇതാ പപ്പായ തൊലിയും ഉള്ളിലത്തെ കുരുവും ഇതൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പപ്പായയുടെ പകുതി മാത്രമേ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പപ്പായ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി, ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളും കൂടെ വേണം. ഈ പപ്പായ ഗ്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം. പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളം കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് പിഴിയണത്. ഈ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായയിലേക്ക് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി പച്ചമുളകൊക്കെയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പച്ചമുളകൊക്കെ ഇടാണ്ട് വേണം കൊടുക്കാൻ. അതുപോലെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി സവോളയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാം ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഇനി എടുത്തു വെച്ച പപ്പായ കൂട്ടിലേക്ക് 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളകും മുളക് പൊടിയും ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് പാചകം ചെയ്തു തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ അളവിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പാചകം അറിയണവർക്ക് ഇപ്പോൾ ഈ അളവിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് അതൊക്കെ അവനവൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടിപ്പോയാലും പേടിക്കണ്ട. കുറച്ച് അരിപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വെള്ളം കൂടിയിട്ടൊന്നും അല്ല കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കൂട്ടിലേക്ക് അരിപ്പൊടിക്ക് പകരം റവ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഈ കൂട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. സ്നാക്സ് ഉണ്ടാക്കാനുള്ള കൂട്ട് റെഡിയായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണത്, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ കൂട്ട് ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ മീഡിയത്തിലും താഴെ ആക്കി വെക്കണം ഫ്ലെയിം. എന്നിട്ട് വേണം നമ്മൾ ഇത് കൂട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ചിലവൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതേപോലെ മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇതിന് വടാന്നോ കട്ട്ലേറ്റെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നാട്ടുപുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പപ്പായ കിട്ടും.
ഇനിയിപ്പോൾ നിങ്ങളുടെ പറമ്പിൽ പപ്പായ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പറമ്പിൽ പപ്പായ മരം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. നല്ല ടേസ്റ്റാണ്, പിന്നെ അധികം ചിലവുമില്ല, ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാൻ. ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനലുണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.